2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ തോൽപ്പിക്കാനായിട്ട് ഇന്ത്യ സഖ്യമെന്നു പറയുന്ന ഒരു തട്ടിക്കൂട്ട് മുന്നണിയെ ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വെച്ചത് ബി.ജെ.പിയെ ഭരണത്തിൽ നിന്നും നീക്കം ചെയ്യാമെന്നുള്ള തരത്തിലായിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു തരത്തിലുള്ള ആഗ്രഹം സഫലമായില്ല എന്നു മാത്രമല്ല, പ്രതിപക്ഷത്ത് തന്നെ വീണ്ടും മൂന്നാമതും അവർക്ക് തുടരേണ്ടി വന്നു. ആകെ ഉള്ള ഒരു പ്ലസ് എന്ന് പറയുന്നത് അവർക്ക് പ്രതിപക്ഷത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആകാൻ സാധിച്ചു എന്നുള്ളത് മാത്രമായിരുന്നു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം കുറച്ചുകൂടിയൊക്കെ ശക്തി ആർജിക്കും ഇനി വരും നാളുകളിൽ എന്നൊക്കെ വിശ്വസിച്ചിരുന്ന പലർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കോൺഗ്രസ് മറ്റു പാർട്ടികളിൽ ചേർന്നുകൊണ്ടുള്ള ഈ ഒരു സഖ്യം ഇല്ലാതാവുന്ന ഒരു കാഴ്ച തന്നെയാണ്. പ്രധാന കാരണമെന്ന് പറയുന്നത് സഖ്യത്തിനുള്ളിലെ തമ്മിൽ തല്ലും ഐക്യമില്ലായ്മയും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ പാർട്ടികളായിട്ട് ഇപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം വിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുമൊത്തുള്ള സഖ്യം മാത്രമല്ല, ഈ പാർട്ടികളിൽ തന്നെ, അതായത് കോൺഗ്രസുമൊത്ത് സഖ്യം ചേർന്ന പാർട്ടികൾ തന്നെ തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ 240ഓളം എംപിമാരാണ് അവർക്ക് ഒറ്റയ്ക്കുള്ളത്. ആ 240ൽ നിന്നും 272 എന്ന ആ ഒരു കണക്കിലേക്ക് എത്താനായിട്ട് ബി.ജെ.പിക്ക് സുഖമായി സാധിക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് തന്നെ. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രതിപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ആ പാർട്ടി ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ആ പാർട്ടിക്കുള്ളിലെ എംപിമാരും എം.എൽ.എമാരും അതോടൊപ്പം തന്നെ പ്രവർത്തകർ ഉൾപ്പെടെ ബി.ജെ.പി എൻ.ഡി.എയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. മറ്റാരും തന്നെയല്ല, ഉദ്ധവ് താക്കറെ ശിവസേന തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ തോതിൽ ചോർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവ് താക്കറെ പക്ഷത്തിൽ നിന്നും വീണ്ടും വലിയ തോതിലുള്ള ചോർച്ച ഉണ്ടായിരിക്കുകയാണ്. ഷിൻഡെ പക്ഷത്തിലേക്കാണ് ഇത്തവണ ചേക്കേറിയിരിക്കുന്നത് ഉദ്ധവ് പക്ഷത്തിൽ നിന്നും. താക്കറെ ഇപ്പോൾ നേരിടുന്നത് എങ്ങനെ വിജയിക്കാമെന്നുള്ളതല്ല, എങ്ങനെ ചോർച്ച തടയാം, തൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്നും എങ്ങനെ ചോർച്ച തടയാമെന്നുള്ളതിനെ കുറിച്ചാണ് താക്കറെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാസിക് ജില്ലയിലെ മുൻ ശിവസേന ഉദ്ധവ് ബാലാസാഹിബ് താക്കറെ മേധാവിയായിട്ടുള്ള വിലാസ് ഷിൻഡെ ഞായറാഴ്ച താനെയിൽ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ സാന്നിധ്യത്തിൽ ശിവസേനയിൽ ചേർന്നിരിക്കുകയാണ്. ശിവസേനയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ എൻ.ഡി.എ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ അവസരത്തിൽ നാസിക് മുനിസിപ്പൽ കോർപ്പറേഷനിലെ 7 കോർപ്പറേറ്റർമാരും സർപഞ്ച്, ഉപസർപഞ്ച്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും ശിവസേനയിൽ ഷിൻഡെ വിഭാഗത്തിലേക്ക് ചേർന്നിരിക്കുകയാണ്. അതായത് കൂട്ടക്കൊഴിഞ്ഞുപോക്കലാണ് ഇപ്പോൾ വീണ്ടും ഉദ്ധവ് താക്കറെ നേരിട്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് ശേഷം എല്ലാ അർത്ഥത്തിലും താക്കറെ പരാജയപ്പെട്ടിരിക്കുകയാണ്. താക്കറെ പക്ഷത്ത് നിന്നും ഒട്ടനവധി പേരാണ് ഇപ്പോൾ നിലവിൽ ബി.ജെ.പി എൻ.ഡി.എ ഷിൻഡെ വിഭാഗത്തിലേക്ക് വളരെ വലിയ തോതിൽ ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ചേർന്നവരുടെ ഈ ഒരു എൻട്രി, ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഷിൻഡെ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, താക്കറേനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്, നിങ്ങൾ അവിടെ എന്തെങ്കിലും അടയാളങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ടോ? ഇതൊരു ട്രെയിലർ മാത്രമാണ്, ചിത്രം ഇപ്പോഴും തീർച്ചപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇനിയും വലിയ തോതിലുള്ള വമ്പൻ കൊഴിഞ്ഞുപോക്കൽ ശിവസേനയിൽ നിന്നും താക്കറെ പാളയത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഷിൻഡെ. ഇതിൽ രസകരം എന്തെന്ന് പറഞ്ഞാൽ, വിലാസ് ഷിൻഡെയോടൊപ്പം മുൻ കോർപ്പറേറ്റർമാരായിട്ടുള്ള നിരവധി പേരും അതോടൊപ്പം തന്നെ ഉപാധ ഡെപ്യൂട്ടി മെട്രോപൊളിറ്റൻ ചീഫ് നിവൃത്തി ഇങ്കോൾ, ജില്ലാ പരിഷത്ത് അംഗം സോമനാഥ് ഫഡോൾ, നാഷണലിസ്റ്റ് കോൺഗ്രസ് താലൂക്ക് പ്രസിഡന്റായിട്ടുള്ള മോനിഷ് ദോണ്ടെ, ഉപാധ യുവസേന താലൂക്ക് പ്രസിഡന്റ് സുനിൽ മേറ്റ്, ത്രയംബകേശ്വർ ചെയർമാൻ കഡു ഫോയെ തുടങ്ങി നിരവധി ഭാരവാഹികളാണ് ശിവസേനയിൽ ഒറ്റയടിക്ക് ചേർന്നിരിക്കുന്നത്. ഇവരുടെ ഈ ചേരൽ മുഖേന ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിലവിൽ ഉദ്ധവ് താക്കറെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒന്നുകിൽ എൻ.ഡി.എയിലോട്ട് ചേരുക, ലയിക്കുക ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം, അല്ലെങ്കിൽ തകർച്ച സ്വയം നേരിടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ താക്കറെ പക്ഷത്തിന് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വലിയ തകർച്ചയിലേക്കാണ് താക്കറെ ശിവസേന പൊക്കോണ്ടിരിക്കുന്നത്. ദിനംപ്രതി നിരവധി പ്രമുഖ നേതാക്കളാണ് ഇപ്പോൾ ബി.ജെ.പി പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും എം.എൽ.എമാരും എം.പിമാരും ഉൾപ്പെടെ നിരവധി പേർ ബി.ജെ.പി പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്.
ഇതിന് തടയിടാനായിട്ട് നിലവിൽ ശിവസേന താക്കറയ്ക്ക് കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒന്നുകിൽ BJP NDAയിലേക്ക് ചേരണം, അല്ലെങ്കിൽ പൂർണ്ണതോതിൽ പാർട്ടി തകരുന്നത് കണ്ടു നിൽക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ താക്കറയ്ക്ക് ഉണ്ടാകുമെന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും ഇത് തീർച്ചയായിട്ടും താക്കറയ്ക്ക് മാത്രമല്ല, ഇത് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് മുംബൈയിൽ ഉണ്ടാകാനായി പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അവരുടെ MP-മാരിൽ പലരും അതോടൊപ്പം തന്നെ MLA-മാരും കൂട്ടമായി തന്നെ BJP പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്.